സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൗണ്ടർ തന്ത്രം മെനയണം. ഫുട്ബോൾ കളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാണ് ഒരു ടീമിന് മനസ്സിലായത് നമ്മൾ പഠിച്ച സ്ട്രാറ്റജി അല്ല ഈ ഓപ്പോസിറ്റ് ടീം ചെയ്യുവാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? സ്പോട്ടിൽ കൗണ്ടർ സ്ട്രാറ്റജി മെനയും. കോച്ച് പഠിപ്പിച്ചതൊക്കെ വേറെ സംഗതി, സെമിനാരിൽ പഠിപ്പിച്ചതൊക്കെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ പള്ളി വരുമ്പം സ്ട്രാറ്റജി വേറെ മാറ്റേണ്ടി വരും. കുടുംബജീവിതത്തിന്റെ കൗൺസിലിങ്ങിന് പോയി കൗൺസിൽ പറഞ്ഞു തന്ന കാര്യം, വേദത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സ്പോട്ടിൽ ഇതൊന്നും ആയിരിക്കില്ല അപ്ലൈ ചെയ്യുന്നത്. അതിനാണ് പേഴ്സണൽ ടച്ച് യേശുക്രിസ്തുവുമായിട്ട് വേണമെന്ന് പറയുന്നത്. എങ്കിലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പോകുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ശബ്ദം പിന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കും. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ വചനത്തിൽ കൂടെയും പേഴ്സണൽ പ്രാർത്ഥനാ ബന്ധത്തിൽ കൂടെയും അല്ലാതെ കിട്ടില്ല. നിങ്ങൾ എത്ര കുർബാനയ്ക്ക് വന്നെന്ന് പറഞ്ഞാലും ഇത് അവിടുന്ന് കിട്ടിയിട്ട് വേണം കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ.